ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു. ഇന്ന് നമുക്ക് ഒരു വെയിറ്റ് ലോസ് റെസിപ്പിയാണ്. സാധാരണ വെയിറ്റ് ലോസിനായിട്ടുള്ള റെസിപ്പീസിന് ടേസ്റ്റ് പോരാന്ന് എല്ലാവർക്കും ഒരു കംപ്ലൈന്റ് ഉണ്ട്. ആ കംപ്ലൈന്റ് മുഴുവൻ മാറ്റുന്നതാണിത്. ഇത് വളരെ ടേസ്റ്റിയാണ്, കൊച്ചു കുട്ടികൾ വരെ ഇഷ്ടപ്പെട്ട് കഴിക്കും. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ടൊരു ബൗളിലേക്ക് 3 ടീസ്പൂൺ സവാള ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് വേണ്ട പച്ചക്കറികളെല്ലാം തന്നെ ചെറുതായി നുറുക്കണം കേട്ടോ. ഇനി നമുക്ക് എരിവിനായി 1/2 ടീസ്പൂൺ പച്ചമുളക് ചേർത്ത് കൊടുക്കാം, അത് ചെറുതായി അരിഞ്ഞത്. ഇനി നമ്മുടെ കയ്യിലുള്ള പോലെ പച്ചക്കറികൾ, ഞാനിവിടെ ക്യാരറ്റും തക്കാളിയും ക്യാപ്സിക്കവും എടുക്കുന്നുണ്ട്. ഇത് മൂന്നും 2 ടീസ്പൂൺ വീതം ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പച്ചക്കറി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഇതിപ്പം നമുക്ക് എടുക്കുന്നതിനേക്കാളും കൂടുതൽ ക്വാണ്ടിറ്റി വേണ്ടെങ്കിൽ അതിനനുസരിച്ച് എല്ലാ ചേരുവകളും ക്രമീകരിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 1 ടീസ്പൂൺ നിറച്ചും വേണം. ഇഞ്ചിയാണ് ഇതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത്. ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് മല്ലിയിലയാണ്. മല്ലിയില ഇല്ലാന്നുണ്ടെങ്കിൽ കറിവേപ്പില ചേർത്താലും മതി, നമ്മുടെ ടേസ്റ്റിനൊന്നും ഒരു കുറവ് വരത്തില്ല കേട്ടോ. അതിലേക്ക് മല്ലിയിലയും 2 ടീസ്പൂൺ ചെറുതായി അരിഞ്ഞ് ചേർക്കാം. ഇനി മെയിനായിട്ട് വേണ്ടത് ഓട്സ് ആണ്. ഞാനിവിടെ പൊടിച്ച ഓട്സ് ഇരിപ്പുണ്ടായിരുന്നു, പൊടിച്ച ഓട്സ് ആണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മുഴുവനായിട്ടുള്ള ഓട്സ് വെള്ളം ചേർക്കാം. ഞാൻ 3 ടീസ്പൂൺ ഓട്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1 മുട്ടയാണ്. ഈ പറഞ്ഞിരിക്കുന്ന അളവിനാണ് 1 മുട്ട. നിങ്ങളിപ്പോൾ ഇതിന്റെ ഡബിൾ ആണ് എടുക്കുന്നത്. ഇപ്പോൾ 1-2 പേര്, ഇപ്പോൾ ഹസ്ബൻഡും വൈഫും വെയിറ്റ് ലോസ് ഡയറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 മുട്ട ചേർക്കണം കേട്ടോ. അതിനനുസരിച്ച് ക്വാണ്ടിറ്റീസ് എല്ലാത്തിൻ്റെയും ക്വാണ്ടിറ്റി വ്യത്യാസപ്പെടുത്തുക. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ചിക്കൻ്റെ സ്റ്റോക്ക് ഒഴിക്കുന്നുണ്ട്. അത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ്. അതൊട്ടും ആവശ്യമുള്ള കാര്യമൊന്നുമല്ല. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒഴിക്കുക, അല്ലെങ്കിൽ ഒഴിക്കണ്ട. ഞാനിവിടെ ചിക്കൻ വേവിച്ച് വെച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ അത് ചേർക്കാൻ പോകുന്നത്, ഷ്രെഡ് ചെയ്തത്. ഞാൻ ഇച്ചിരി കുരുമുളകും ഉപ്പും ഗരം മസാലയും ചേർത്ത് വേവിച്ചതാണ്. അതാണ് ഞാൻ അതിൻ്റെ ആ സ്റ്റോക്ക് മിച്ചിരുന്നാണ് ഇതിനകത്ത് ഒഴിച്ചത്. അതില്ലെങ്കിൽ ചേർക്കണ്ട. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഗരം മസാലയും ചേർത്ത് കൊടുക്കുക. ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഉപ്പ് ആവശ്യത്തിന്, അത് ടേസ്റ്റ് നോക്കിയിട്ട് ബാലൻസ് ചെയ്യാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നല്ലൊരു മിക്സ് കൊടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്കിത് ഇച്ചിരി കട്ടിയായിട്ടായിരിക്കും നമുക്ക് തോന്നുന്നത്. അപ്പം നമുക്ക് അതിനകത്ത് ചിക്കൻ ചേർത്തിട്ട് നമുക്ക് കുറച്ച് പാലൊഴിച്ച് ഇത് ലൂസനാക്കാം. ഇനിയിപ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഉപ്പും കുരുമുളകും അല്പം ഗരം മസാലയും ചേർത്ത് വേവിച്ചതാണ്. അതിൻ്റെ മിച്ചം വരുന്ന സ്റ്റോക്കാണ് ഞാൻ ഒഴിച്ചത് കേട്ടോ. ഈ ചിക്കനും ചേർത്ത് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്യുക. ഞാൻ 3 ടീസ്പൂൺ ചിക്കനാണ് ചേർത്തിരിക്കുന്നത്, വേവിച്ച് പൊടിച്ചത്. ഇനി ഇതിന് കട്ടി കൂടുതൽ തോന്നുവാണെങ്കിൽ അല്പമായിട്ട് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കണ്ട, പാൽ ഒഴിച്ചാൽ മതി കേട്ടോ, അതാണ് ടേസ്റ്റ്. അല്പം എങ്ങനെയുള്ള പാല് വെള്ളം ഒഴിക്കാം. ഇപ്പം ലോ ഫാറ്റ് ഫുൾ ഫാറ്റ് അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, വീട്ടിൽ എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് അതൊഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മിക്സിന്റെ കൺസിസ്റ്റൻസി ആ ഒരു കറക്റ്റ് പാകമാവുന്നവരെ ലേശം ഒഴിച്ചു കൊടുക്കുക. അവൾ ഒന്നിച്ച് ഒഴിക്കരുത്, നീണ്ടുപോകും. കാരണം ഇത് ഉണ്ടായി വരുമ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശ പോലൊരു സംഭവമാണ് ഉണ്ടായി വരുന്നത്. അപ്പോൾ ഒത്തിരി പാല് കൂടിപ്പോയാൽ ഇത് വളരെ സോഫ്റ്റ് ആയി പോകും, നമുക്ക് മറിച്ചൊക്കെ ഇടാനായിട്ട് ഭയങ്കര പാട് വരും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് ഒരു കടായിയോ ഒരു പാനോ അല്ലെങ്കിൽ ഒരു ദോശക്കല്ലോ എന്തെങ്കിലും അടുപ്പത്തോട്ട് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് എണ്ണ എല്ലാ സൈഡിലേക്കും ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇട്ടിരിക്കുന്ന മിക്സ് ഫുള്ളായി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ ചട്ടിപ്പത്തിരിയൊക്കെ കഴിക്കത്തില്ലേ, അതുപോലത്തെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിന്. എന്നിട്ടിത് എല്ലാം ഒരേ കനത്തിൽ ഒന്ന് നിരത്തി കൊടുക്കുക, ഒരു തവിയോ സ്പൂണും വെച്ചോ. എന്നിട്ട് ഇത് അടച്ചു വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ പയ്യെ വേവിക്കുക. നോക്കിക്കൊണ്ടിരിക്കുക, അടി കരിഞ്ഞു പോകരുത്, മുട്ടയുള്ളതുകൊണ്ട് തന്നെ. എന്നിട്ട് താഴെ ഭാഗം മൊരിഞ്ഞു എന്ന് തോന്നുമ്പോൾ നമുക്കിത് തിരിച്ചിടാം. തിരിച്ചിടുമ്പോൾ ശ്രദ്ധിക്കുക, ചിലപ്പോൾ പൊട്ടിപ്പോവും. പൊട്ടിപ്പോയെന്ന് വെച്ചാൽ ഒരു പ്രശ്നമില്ല, നമ്മളല്ലേ കഴിക്കുന്നത്. ഇപ്പം നമുക്കിത് തിരിച്ചെടുക്കാം. ഇത് ഒരെണ്ണം കഴിച്ചാൽ മതി കേട്ടോ, വയറ് നിറയും. കാരണം ഇത് നല്ല ഫില്ലിംഗ് ആണ്, അവിടെ നമുക്ക് വയറ് നിറയുകയും ചെയ്യും. നമുക്ക് വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഉച്ച വരെ ഇരിക്കാനായിട്ടുള്ള എനർജി ഇത് തരും. ചെയ്ത് കണ്ടില്ലേ, റെഡി ആയിട്ടുണ്ട്. ഇത് വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ കട്ടത്തൈര് കൂട്ടി കഴിക്കാം. ഇപ്പം അല്ലാത്തവരാണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും കേട്ടോ. അതിൻ്റെ അകത്ത് ഇത് നിങ്ങൾക്ക് തികയാതെ വരും. അതിന് വേണ്ടിയിട്ടാണെങ്കിൽ സോസ് വെച്ച് കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ.